ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനോട് പാലക്കാട്ടെ ഫ്ളാറ്റ് ഒഴിയാൻ അസോസിയേഷൻ നിർദ്ദേശമുണ്ട്. ഇന്നു തന്നെ രാഹുൽ ഫ്ളാറ്റ് ഒഴിഞ്ഞേക്കും. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, ഗുഡ് മോർണിംഗ്. അപ്പോൾ നേരത്തെ ലാൽ പറയായിരുന്നു അവിടെ പോലീസുകാർ വരുന്നു, അവിടെ പ്രതിഷേധം ഉണ്ടാവുന്നു, ഈ പറയുന്ന അവരുടെയും സ്വകാര്യതയൊക്കെ ഉണ്ടല്ലോ. സ്വാഭാവികമാണെന്ന് തോന്നുന്നു ആ ഒഴിയാൻ പറയൽ. തീർച്ചയായും ഹാഷ്മി, സ്മിത, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ ആഘോഷമായി നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ കയ്യിൽ ഉണ്ടാകും. അന്ന് വലിയ ആഘോഷത്തോടു കൂടിയായിരുന്നു രാഹുലിന്റെ ഫ്ളാറ്റിലെ പാലുകാച്ചൽ ഉൾപ്പെടെയൊക്കെ അന്ന് ആഘോഷമാക്കിയതൊക്കെ. രാഹുൽ MLA ആയി പാലക്കാട്ടേക്ക് വരുന്നു, അതിന് മുന്നോടിയായി തന്നെ പാലക്കാട് ഒരു വീടെടുക്കുന്നു എന്നതൊക്കെയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ ഒരു വർഷം, അതായത് രാഹുൽ MLA ആയിട്ട് ഒരു വർഷം പൂർത്തിയായതേ ഉള്ളൂ. ഈ ഒരു കാലയളവിൽ തന്നെ അവിടെ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേക അന്വേഷണ സംഘം, പോലീസൊക്കെ കയറി ഇറങ്ങിയ ദിവസങ്ങളൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ പുറത്ത് കാത്തുനിന്ന ദിവസങ്ങൾ, അങ്ങനെയായിരുന്നു ഈ ആരോപണം ഉയർന്ന ആ ആദ്യഘട്ടം മുതൽ തന്നെ. അവസാനമായി ഇപ്പോൾ ഈ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതി വരുന്നു. അന്നടക്കം ഈ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്ന് എത്തി ഫ്ളാറ്റിൽ കയറി മണിക്കൂറുകളോളമാണ് അന്ന് പരിശോധന നടത്തിയത്. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ മറ്റ് ഫ്ളാറ്റ് നിവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ അസോസിയേഷൻ ഇപ്പോൾ രാഹുലിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഉടൻ തന്നെ ഫ്ളാറ്റ് ഒഴിയണം, മറ്റ് ഫ്ളാറ്റ് നിവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. ഒപ്പം തന്നെ 25-നകം ഒഴിയണമെന്നാണ് ഈ അസോസിയേഷന്റെ നോട്ടീസിൽ പറയുന്നത്. എന്നാൽ ഉടൻ തന്നെ ഒഴിയാമെന്ന് രാഹുൽ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത്, രാഹുൽ ഇന്ന് തന്നെ അടൂരിലേക്ക് പോകുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഈ തിങ്കളാഴ്ചയ്ക്ക് മുൻപായാണ് ഈ മുൻകൂർ ജാമ്യം എടുക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അതിന് മുന്നോടിയായി തന്നെ അടൂരിലെ വീട്ടിലെത്തുമെന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഫ്ളാറ്റ് ഒഴിഞ്ഞ് അടൂരിലേക്ക് തിരിക്കാനാണ് ഒരു സാധ്യതയുള്ളത്. എന്തായാലും ഈ അസോസിയേഷൻ ഇടപെട്ട് രാഹുലിനോട് ഫ്ളാറ്റ് ഒഴിയാൻ നിർദ്ദേശിച്ചു എന്നതാണ് ഹാഷ്മി വിവരം. ഈ പറയുന്ന പോലെ പല ഘടകങ്ങൾ അതിലുണ്ടാവൂലേ? ഒരുപാട് തിരക്കൊക്കെ ആവുന്നതൊക്കെ അവരുടെ സ്വകാര്യ ജീവിതത്തെ കൂടെ ബാധിക്കുന്നതാണല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.